ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പം പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ഈ വീക്കിലെ അനാലിസിസ് ആൻഡ് സ്ട്രോങ് സ്റ്റോക്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല. സോ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ, തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ, അതായത് നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടെയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോഴത്തേക്കും ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുകയാണ്, 68 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി ക്ലോസ് ചെയ്ത നെഗറ്റീവിലാണ്. ബട്ട് നമുക്ക് ഏഷ്യൻ മാർക്കറ്റ്സ് നമുക്ക് നോക്കാം. നിഫ്റ്റി നിലവിൽ 175 പോയിൻറ്റ് അപ്സൈഡാണ്. സോ മേ ബി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലേക്കാണ് നീങ്ങുന്നത്. 150 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ജാപ്പനീസ് മാർക്കറ്റ്സ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ്. ആൻഡ് സ്ട്രേറ്റ് ടൈംസ് ക്ലോസ് ചെയ്തേക്കുന്നത് നെഗറ്റീവ്ലിയാണ്, സ്ലൈറ്റ്ലി ബട്ട് ഫൈൻ. ആൻഡ് ഹാങ്സങ് പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. തായ്വാൻ വെയിറ്റിലും പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടലി ഇന്നൊരു ബുള്ളിഷ്നെസ് മേ ബി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പുൾ ബാക്ക്, അതായത് ഒരു അപ്സൈഡ് കിട്ടിയ ശേഷമുള്ള പുൾ ബാക്ക് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. ഞാൻ അതിൽ വലിയ വെറീഡ് അല്ലായിരുന്നു. ഇന്നലത്തെ പുൾ ബാക്കിൽ മാർക്കറ്റ് അപ്സൈഡ് തന്നു അല്ലേ? എത്ര ഡൗൺ സൈഡ് മൊമെൻറ്റിൽ നിന്ന് എത്ര പെർസെൻറ്റിൽ നിന്നാണ് അപ്സൈഡ് തന്നത് നമുക്ക് ആദ്യം പരിശോധിക്കാം. നോക്കിയാൽ മോസ്റ്റ്ലി ഒരു 10% അപ്സൈഡ് തന്നപ്പോഴത്തേക്കും ഒരു പുൾ ബാക്ക് തന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ഈ ഗ്യാപ്പ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മൾ ട്രേഡ്സ് എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. സോ നമുക്ക് നമ്മുടെ ഒരു ഇൻട്രാഡേ ലെവൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഈ ലോയിലേക്ക് മാർക്കറ്റ് വീണ്ടും വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയെന്ന് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 24,000 എബോവ് ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് 24,000 തന്നെ മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മറിച്ച് ഈ 24,000 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ഒരു പുൾ ബാക്ക് തന്ന് മൂവ്മെൻറ്റ് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ്നെസ്സിലേക്ക് നീങ്ങുന്നതായിരിക്കും. മറിച്ച് ഈ 24,000 എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന സോണാണ്. ആ സോണിൽ നിന്ന് സിംപ്ലി തിരിച്ച് വന്നാൽ, ബ്രേക്ക് ചെയ്ത് തിരിച്ചെത്തുകയാണെങ്കിൽ മേ ബി ഒരു കണ്ടിന്യൂഷൻ, ഒരു ബെയറിഷ് കണ്ടിന്യൂഷൻ ആയിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 24,000 ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത ശേഷം ബയേഴ്സിനെ എല്ലാം ട്രാപ്പ് ചെയ്ത ശേഷം മേ ബി ഒരു ഫോളിലേക്ക് നീങ്ങാൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു സോൺ 24,000 എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ട് നിൽക്കുക. അപ്പോൾ അതിനുശേഷം മാത്രം ലോങ് പോകാവുന്ന കാര്യങ്ങളിൽ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 23,000, 8,000 ആൻഡ് ഈ ലിക്വിഡിറ്റി സോൺസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,560 എന്നുള്ള ഈ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരാം. ഡൗൺ സൈഡ് വരുവാണെങ്കിൽ, വരുമെന്നല്ല, പ്രോബബിലിറ്റിയാണ് നമ്മളെപ്പോഴും നോക്കി വയ്ക്കുക. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് വരുവാണെങ്കിൽ തന്നെ മേ ബി ഒരു ലിക്വിഡിറ്റി സോണാണ്, അവിടെയും എത്താം എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഓക്കെ, ആൻഡ് 23,158 ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഈ രണ്ട് സോൺസ് ആയിരിക്കും നമ്മൾ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നോക്കുന്നത്. ആൻഡ് റിസൾട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. RBL ബാങ്കിൻ്റെ അടക്കം നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് റിസൾട്ടിൻ്റെ. അപ്പോൾ ഇന്നും റിസൾട്ടുകൾ വരുന്നുണ്ട്. കോൾ ഇന്ത്യ, അൾട്രാടെക് സിമെൻറ്റ്, അദാനി ടോട്ടൽ ഗ്യാസ്, AU സ്മോൾ ഫിനാൻസ്, AI ഫിനാൻസ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, കനറ റോബോഗോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ജിൻഡാസോ, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ്, ഫീനിക്സ് മിൽസ്, പിരമൽ ഫിനാൻസ്, SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് സർവീസ്, തമിഴ്നാട് മെർസൻറ്റൈൽ ബാങ്ക്, യൂണികോമേഴ്സ്, വരും ബിവറേജസ് ആൻഡ് വെബ്സോൾ. ഓൾറെഡി വളരെ ടോപ്പ് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നതിൽ തന്നെ റിലയൻസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. 22,611 കോടിയിൽ നിന്നും 20,589 കോടിയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോൾ ചെയ്തിട്ടുണ്ട്. ബട്ട് റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ജിയോ പ്ലാറ്റ്ഫോംസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 7,023 കോടിയിൽ നിന്നും 7,935 കോടിയിലേക്ക് പ്രോഫിറ്റ് സോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റവന്യൂ ജമ്പും ഉണ്ടായിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്റ്റാൻഡ്സ് അറ്റ് 532 crores വിസ് ലോസ് ഓഫ് 2,236 crores. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ബാങ്കുകളിലൊന്നായ RBL ബാങ്ക് ഞാൻ ഹോൾഡ് ചെയ്യാൻ മീഡിയം ടേം ആൻഡ് ജസ്റ്റ് ഒരു മൊമെൻ്റ് എൻട്രിയും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് RBL ബാങ്ക് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് 69 കോടിയിൽ നിന്നും 230 കോടിയിലേക്ക് മോസ്റ്റ്ലി 234% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ RBL ബാങ്ക് വിൽ ബി ഇൻ ഫോക്കസ് ഫോർ കമ്മിങ് ഡേയ്സ് ആൻഡ് മന്ത്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് L&T ഫിനാൻസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് നെറ്റ് ഇൻട്രൻസിങ് ജമ്പ് ചെയ്തിട്ടുണ്ട്. L&T ഫിനാൻസ് 636 കോടിയിൽ നിന്ന് 26% ഗ്രോത്ത് ആണ്. സോ ബെറ്റർ. M&M ഫിനാൻഷ്യൽ സർവീസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ജമ്പ് ചെയ്തിട്ടുണ്ട്. DCB ബാങ്ക് ഇത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. പ്രോഫിറ്റ് ആൻഡ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കയറിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. 177 കോഴ്സിൽ നിന്ന് 205 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പൈൻ ലാബ്സ് 100% സ്റ്റേക്ക് ഷോപ്പ് ഫ്ലോ ടെക്നോളജീസ് എന്ന കമ്പനിയിൽ നിന്ന് അക്വയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ന്യൂസുണ്ട്. അതൊരു നല്ലൊരു ന്യൂസായിട്ട് വരാം. ഓക്കെ, ഇപ്പം ഇത്രയും ന്യൂസസ് നിലവിലുണ്ട്. പിന്നെ എൻ്റെ
പഠിക്കുന്ന സ്റ്റോക്സ് എല്ലാം ഞാൻ ഇന്ന് എന്തായാലും ഈ ആഴ്ച വീക്ക്ലി വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്ട്രോങ് സ്റ്റോക്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി S&S പവർ സ്വിച്ച് ഗിയർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. വീക്ക്ലിയിൽ സ്ട്രോങ് ഒരു മൊമെൻറ്റം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 414 രൂപയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് S&S പവർ സ്വിച്ച് ഗിയർ കമ്പനി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇന്ന് എൻ്റെ ക്ലോസ്ലി വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി ഒരു നല്ലൊരു കമ്പനിയാണോ എന്ന് ഞാൻ ഫണ്ടമെൻ്റലി കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ചെറിയ പൊസിഷൻ എന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. സീയിങ് ദ വീക്ക്ലി മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. പിൻ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷനിൽ. അപ്പം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും ആരും കണക്കാക്കരുത്. ഞാൻ പഠിക്കാൻ പോകുന്ന കമ്പനി എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, S&S പവർ സ്വിച്ച് ഗിയർ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ S&S പവർ സ്വിച്ച് ഗിയർ ആയിരിക്കും ഞാൻ ഈ അടുത്ത ഒരു മാസത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് കാണാം.